എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെന്നൈയിൽ VFSന് പോകാൻ നേരത്ത് നിങ്ങൾക്ക് നിൽക്കാം. മാക്സിമം ഒരു ചിലവെല്ലാം കൂടെ 5000 രൂപയ്ക്ക് താഴെ അല്ലെന്നുണ്ടെങ്കിൽ ആ റേറ്റിൽ നിൽക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളെ പേഴ്സണലി പോയി ഞങ്ങളുടെ അനുഭവമാണ് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ സ്ഥലം കായംകുളത്ത് നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ഏകദേശം ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 600 രൂപ 700 രൂപ. ഞങ്ങൾ ലോക്കലിനാണ് പോയത്. പ്രീ ബുക്ക് ചെയ്യാൻ അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ ഓക്കെ. 10 600 രൂപ 1000 രൂപ താഴെ അതുകൊണ്ട് എന്തായാലും ടിക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ലോക്കലിന് സ്ഥലം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ട്രെയിനകത്ത് ഒരു കണക്കിന് പോയി ചെന്നൈയിലെത്തി. ചെന്നൈ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ അനുഭവം പറയാം. ഞങ്ങൾ ഓൺലൈനായി ടിക്കറ്റ് എടുത്ത് അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. പെണ്ണുമ്പോൾ ഞങ്ങളെ കൊണ്ട് 350 രൂപ അടപ്പിച്ച്. അത് കുഴപ്പമില്ല, അത് പോട്ടെ. 1000 രൂപയ്ക്ക് താഴെ എന്നാലും ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ VFSൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷൻ കൂട്ടുകാരെ നോക്കിയതിന് ശേഷം അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്താണ് മെട്രോ സ്റ്റേഷൻ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അവിടെ പോവുക. അവിടെ പോയതിന് ശേഷം നിങ്ങൾ മെട്രോ കയറി ഏത് ജംഗ്ഷനാണോ, വായിക്കൊള്ളാത്തൊരു പേരായിരുന്നു അതിൻ്റെ, നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് നോക്കി ആ ജംഗ്ഷനിൽ ഇറങ്ങുക, ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. ഇറങ്ങിയിട്ട് വെളി വരാൻ നേരത്തെ ഞങ്ങൾ ചോദിച്ച് അവിടുത്തെ ഓട്ടോക്കാരൻ ചേട്ടന്മാർക്ക് ചോദിച്ചു, ചേട്ടാ റൂമുണ്ടോ, റൂം എങ്ങനെയുണ്ട്, അവൈലബിലിറ്റിയൊക്കെ എങ്ങനെ. 2-3 ദിവസം വേണം. കാരണം അവന്മാർക്ക് 27-ാം തീയതി എനിക്ക് 28-ാം തീയതിയോ മറ്റോ ആയിരുന്നു. ഒരു ദിവസം വ്യത്യാസമുണ്ടായി ഞങ്ങൾ VFSൻ്റെ ഡേറ്റ്. അങ്ങനെ ഞങ്ങൾക്ക് 2 നൈറ്റും 3 ഡേയും അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ തിരക്കിയപ്പോൾ ഒരാൾക്ക് 1000 രൂപയ്ക്ക് മണ്ടയ്ക്ക് ഒരു ദിവസം ആകുമെന്ന് അറിയാൻ സാധിച്ചു. നോർമൽ റൂമാണെന്നുണ്ടെങ്കിൽ AC ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം 1500 രൂപയ്ക്ക് മണ്ടയ്ക്ക് വന്നാണ് അറിയാൻ സാധിച്ചത്. സത്യത്തിൽ ഞങ്ങളുടെ കിളി പോയി. കൂട്ടുകാരൻ നേരെ ഫോൺ എടുത്ത് ഓയോ നോക്കി. 3 ദിവസത്തേക്ക് 3 പേർക്ക് 3500 രൂപ. ഒന്നും നോക്കിയില്ല, നേരെ ആ ഹോട്ടലിലൂടെ ഡയറക്റ്റ് പോയി. ഡയറക്റ്റ് ഇവിടെ അവിടെ സംസാരിച്ചപ്പോൾ അവർ അംഗീകരിച്ച് തരുന്നില്ല. 5000 രൂപയ്ക്ക് അടുപ്പിച്ച് പറഞ്ഞു. അവിടെ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഓയോക്കകത്ത് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഓയോക്കൂടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ഓയോക്കൂടെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ 3350 രൂപയ്ക്കും 3400 രൂപയ്ക്കും മറ്റോ ഞങ്ങൾ 3 പേരും കൂടെ 3 ദിവസത്തേക്ക് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള റൂമായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ആ ഒരു സംഭവമായിരുന്നു. പിന്നെ ഇതിങ്ങോട്ട് കഴിഞ്ഞ് നിങ്ങൾ ഈ ഫുഡ് കഴിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഹോട്ടലിൽ ഞാൻ പറയുന്നില്ല, ഞങ്ങൾ കഴിച്ച ഹോട്ടലിൽ 1-2 ഹോട്ടലുകളൊക്കെ ഭയങ്കര വിയേഡായിരുന്നു. ദൈവകൃപ ഒന്നും പറ്റിയില്ല. ദൈവത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് നന്ദി പറയുന്നു. അവിടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയത്തില്ല, VFSന് ആശുപത്രി പോകേണ്ടി വന്നതിന് ചില സാഹചര്യങ്ങളിൽ. പക്ഷേ എങ്കിലും ആദ്യത്തെ ദിവസം ഞങ്ങൾ ഓൺലൈനിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ ഫുഡ് നമുക്ക് പേഴ്സണലി തമിഴ്നാട്ടിലെ ഫുഡ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2 നേരം ഞങ്ങൾ ആഹാരം കഴിപ്പുള്ളായിരുന്നു. അവിടുത്തെ പൊറോട്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പാറക്കല്ല് പോലെ ഇരിക്കും. 2 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ എല്ലാം അടഞ്ഞോളും. അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി പൊറോട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്നും കഴിക്കേണ്ടി വരത്തില്ല. ഞങ്ങൾ ഉച്ചയ്ക്കും രാത്രിയിലും മാത്രമായിരുന്നു ആഹാരം കഴിക്കുന്നത് കേട്ടോ. ആഹാരം കഴിക്കുന്ന ഹോട്ടലിൽ വൃത്തിയായിട്ട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുക. ഒരു ബിരിയാണിക്കൊക്കെ 350 രൂപയ്ക്ക് മണ്ടയ്ക്കാവും. അടുത്തെങ്ങും ഹോട്ടലുകളൊന്നും കാണത്തില്ല, കുറച്ച് നടക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഓട്ടോക്കാരന്മാർക്ക് ഒരു ഇതുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ബാർഗെയിൻ ചെയ്യുക, ചേട്ടാ ഇത്ര രൂപയാണ്. പിന്നെ അവർ പറയുന്നത് 150 എന്ന് പറയും, ചേട്ടാ നമ്മൾ 100 എന്നൊക്കെ പറഞ്ഞൊക്കെ സെറ്റ് ചെയ്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കബളിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു. അതൊരു തെറ്റല്ല. പിന്നെ VFSൻ്റെ ഓഫീസിൽ കയറ്റി ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ വല്ല ബിസ്ക്കറ്റോ ചായയോ എല്ലാം വെളിയിൽ നിന്നെല്ലാം മേടിക്കുക. വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ സാധനം, ബ്രെഡൊക്കെ ഉണ്ടോ നിങ്ങളൊക്കെ സൂക്ഷിച്ച് മേടിക്കുക. പൂപ്പലൊക്കെ ഉണ്ടോ എന്നൊന്നും തമ്പുരാനും പോലും അറിയത്തില്ല. പണി കിട്ടാൻ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട്. പിന്നെ ഇത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ച് ഓയോയ്ക്കകത്തൂടെ റൂം എടുക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫണ്ട് സേവ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊക്കെ പറ്റുന്ന പരിപാടി അതാണ്. ലക്ഷറി ആയിട്ട് പോകേണ്ടവർക്ക് 5 ഹോട്ടലിൽ താമസിക്കാനൊന്നും കുഴപ്പമില്ല. നോർമലി പോകുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഓട്ടോക്കാരന്മാരൊക്കെ പറഞ്ഞു, ചേട്ടാ അവിടെ ഉണ്ട് റൂം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഗൈസ്, ഞാൻ അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നു.